അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 7ാം ക്ലാസ്സിലെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യനുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് ഏത് വരിയുമായി യോജിച്ചതെന്ന് കണ്ടെത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1. നബിയുടെ അമ്മായി. മുകളിൽ കൊടുത്തതിൽ ആരാണ് നബിയുടെ അമ്മായി? സൊഫിയ. 2. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ബ്രാക്കറ്റിൽ കാണാം ബനു തൈം. 3. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ബനു അസദ്. 4. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ബ്രാക്കറ്റിൽ ഫസ്റ്റ് കാണാം ആത്തിക. 5. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ. ഉത്തരം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇനി 6ാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ഉത്തരം ബനു ഉമയ്യ. 7. ഡമസ്കസിലെ ഗവർണർ ആരായിരുന്നു? മുആവിയ റളിയല്ലാഹു അൻഹു. ഇനി 2ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം. 1. ഹിജ്റ 3-ാം വർഷം റമളാനിൽ മദീനയിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത്. 2. ആമുൽ ജമാഅ എന്ന് അറിയപ്പെടുന്ന വർഷം ഹിജ്റ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ആമുൽ ജമാഅ എന്ന് അറിയപ്പെടുന്ന വർഷം ഹിജ്റ 40. 3ാമത്തെ ചോദ്യം, യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. 4. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമുള്ള ഒരാളാണ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും. ഇനി 3ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം. 1. ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം ഏതാണ്? 2. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. ഉത്തരം അംർ ഇബ്നു ജർമൂസ്. 3ാമത്തെ ചോദ്യം, മദീനയിൽ ജനിച്ച മുഹാജിറുകളുടെ ആദ്യത്തെ കുട്ടി. ഉത്തരം അബ്ദുള്ള. ചോദ്യം 4. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം. ഉത്തരം അഖീഖ്. അഖീഖ് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അദ്ദേഹം വഫാത്തായത്. ചോദ്യം 5. മുഹാജിറുകളിൽ ഏറ്റവും അവസാനം വഫാത്തായത്. ഉത്തരം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 6. അശറത്തുൽ മുബശ്ശറയിൽ ഏറ്റവും ആദ്യം വഫാത്തായത്. ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. സഈദ് ഇബ്നു സെയ്ദിൻ്റെ പിതാവ് മരണപ്പെടും മുമ്പ് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ഉത്തരം അല്ലാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുതേ. ചോദ്യം 2. സഅദ് ഇബ്നു അബി വഖാസിൻ്റെ മാതാവിൻ്റെ ശപഥം എന്തായിരുന്നു? ഉത്തരം മകൻ ഇസ്ലാം വിശ്വസിച്ചതോടെ അവൻ അതൊഴിവാക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് അവർ ശപഥം ചെയ്തു. 3. ഹവാരി എന്നാൽ ആരാണ്? ഉത്തരം വിശ്വസ്ത സഹചാരി.
4. ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, കാരണം എന്ത്? ഉത്തരം: കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. ഇവിടെ വേറൊരു ചോദ്യം കൂടെ മാറാൻ സാധ്യതയുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, കാരണം അതെന്തെയും ചിലപ്പോൾ ഇങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്താണ് കാരണം? അത് ബദർ യുദ്ധത്തിൻ്റെ അന്ന് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല. ഇനി ചോദ്യം 5. ഔജബ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം: ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് സന്തുഷ്ടനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഔജബ ത്വൽഹതു, ത്വൽഹ സ്വർഗം ഉറപ്പാക്കി. ഇനി അടുത്ത പ്രവർത്തനം: ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതിൽ 2 എണ്ണം എഴുതാം. എന്തൊക്കെയാണ് ചെയ്തത്? 1. കുട്ടിക്ക് മധുരം നൽകി. 2. ഹസൻ എന്ന് പേര് നൽകുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 7ാം ക്ലാസ്സിലെ താരീഖിൽ വന്ന ചോദ്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.